അപ്പൊ ഇന്ന് യാത്ര മുടങ്ങുമോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്? ഇന്ന് KSRTC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആൾക്കാർ പണിമുടക്കുന്നുണ്ട്. INTUC സംഘടനയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള TDF നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്ക് തുടങ്ങിയിരിക്കുന്നുണ്ട്. KSRTC-യിലെ ശമ്പള വിതരണം അത് 1-ാം തീയതി തന്നെ കിട്ടണം എന്ന് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അങ്ങനെ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് TDF പണിമുടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഈ പറയുന്നത് പോലെ ബസ്സുകൾ തടയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണം. ആദ്യം നമുക്ക് തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ നമ്മുടെ AV ജയശങ്കർ ഉണ്ട്. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. ഈ തമ്പാനൂരിലെ അവസ്ഥ എന്താണ്? ഇന്ന് പണിമുടക്ക് അവിടെ യാത്ര മുടക്കുമോ? ഗുഡ് മോർണിംഗ് പ്രജീൻ ആൻഡ് ക്രിസ്റ്റിൻ. എന്തായാലും തമ്പാനൂർ ഡിപ്പോയിൽ ഈ പണിമുടക്ക് വലിയ തോതിൽ ബാധിച്ചു എന്ന് തോന്നുന്നില്ല. TDF 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് അർദ്ധരാത്രി മുതലാണ് ഈ ഒരു പണിമുടക്ക് ആരംഭിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ ചില ഡിപ്പോകളിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ ബസ്സുകൾ തടയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് രാവിലെ തമ്പാനൂർ ഡിപ്പോയിൽ എത്തുമ്പോൾ പതിവ് പോലെ ഇവിടെ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം നമ്മൾ KSRTC CMD-യോടൊക്കെ മന്ത്രിയോടൊക്കെ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. പരമാവധി താൽക്കാലിക ജീവനക്കാരെ പ്രയോജനപ്പെടുത്തി ഇന്ന് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ KSRTC-യുടെ സർവീസ് ഉണ്ടാകുമെന്നാണ് മന്ത്രി ഇന്നലെ വൈകുന്നേരം പറഞ്ഞത്. അക്കാര്യം ഏറെക്കുറെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടെന്ന് എന്തായാലും തോന്നുന്നു. ഈ തമ്പാനൂർ ഡിപ്പോയെ സംബന്ധിച്ച് കൂടുതലും ദീർഘദൂര ബസ്സുകളാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ക്രമീകരണം അക്കാര്യത്തിൽ നേരത്തെ തന്നെ CMD-യുടെ നിർദ്ദേശാനുസരണം ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നു. രാവിലെ പതിവ് പോലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ദീർഘദൂര ബസ്സുകളെല്ലാം തന്നെ ഇവിടെ തയ്യാറാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എറണാകുളത്തേക്കും കോഴിക്കോടേക്കും എല്ലാം തന്നെ പോകുന്ന ബസ്സുകൾ ഇവിടെ ഉണ്ട്. KSRTC-യുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ് ഉൾപ്പെടെയുള്ള ബസ്സുകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എന്തായാലും തമ്പാനൂർ ഡിപ്പോയിൽ നിലവിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. ബസ്സുകൾ പതിവുപോലെ സർവീസ് നടത്തുന്നുണ്ട്. ഇനി എന്തായാലും ഈ പ്രാദേശികമായി തിരുവനന്തപുരം സിറ്റിയിലും മറ്റും ഓടുന്ന ബസ്സുകൾ എത്രമാത്രം ഓടുന്നുണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. കാരണം KSRTC-യുടെ ഒരു പീക്ക് സർവീസ് അവർ എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെ ഒക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഉള്ള സർവീസുകളെ ഈ TDF-ന്റെ സമരം എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയം ആ ഒരു ഘട്ടത്തിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും TDF പറയുന്നത് തങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്നെ നിഷേധിക്കപ്പെട്ടു, തങ്ങൾക്ക് മന്ത്രി പറഞ്ഞ ശമ്പളം കൃത്യമായി ലഭിക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് ഉൾപ്പെടെ ഒന്നും പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തങ്ങളുടെ അവകാശ പോരാട്ടമാണ്. മറ്റ് സംഘടനകൾ ഉൾപ്പെടെ തങ്ങളെ പിന്തുണയ്ക്കണം, അവർക്ക് കൂടി വേണ്ടിയാണ് സമരം നടത്തുന്നതെന്നാണ് TDF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും KSRTC തമ്പാനൂർ ഡിപ്പോയിൽ പതിവ് പോലെ സർവീസുകളുണ്ട്. ഇവിടെ വാഹനങ്ങൾ അതുപോലെ ഓടുന്നുണ്ട്. പകരം ക്രമീകരണങ്ങൾ ഒരുക്കിയെന്നാണ് CMD മറ്റും വ്യക്തമാക്കിയത്. നിലവിൽ യാത്രക്കാരെ സംബന്ധിച്ച് ഇവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമില്ല. പക്ഷേ നേരം വെളുക്കാനുണ്ട്, വർക്കിംഗ് അവേഴ്സ് വരാനുണ്ട്. ഒരു 8 മണി മുതൽ ആളുകൾ ജോലിക്കും സ്കൂളിലേക്കൊക്കെ പോകുന്നൊരു സമയമാണ്. ആ ഘട്ടത്തിൽ ഇവിടുത്തെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ KSRTC ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അവർക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അല്പസമയത്തിന് ശേഷം അറിയാം. ക്രിസ്ത്യൻ. പക്ഷേ അതേസമയം തിരുവനന്തപുരം പാപ്പനംകോട് അവിടെ KSRTC ഡിപ്പോയിൽ ഒരു സ്വിഫ്റ്റ് ബസ് തടഞ്ഞു എന്നൊരു വാർത്ത കൂടി ഉണ്ട്. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.